ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? രാവിലെ സാധാരണ ഉറക്കം എണീച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ എഴുന്നേൽക്കാറ്. കൂടുതലും അങ്ങനെ ആയിരിക്കും. വല്ലപ്പോഴും എവിടെയെങ്കിലും എനിക്ക് രാവിലെ പോകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഞാൻ ആദ്യം എണീക്കുന്നത്. അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നതിന് ശേഷമായിരിക്കും കേട്ടോ ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ ദോശയായിരുന്നേ. നമ്മൾ രാവിലെ സാധാരണ എന്താണോ കഴിക്കുന്നത് ആ ഫുഡ് തന്നെയാണ് കേട്ടോ പീലുവിനും കൊടുക്കുന്നത്. എക്സ്ട്രാ അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. പിന്നെ പീലുവിന് പുട്ട്, ഉപ്പുമാവ് അത് വലിയ താല്പര്യമില്ല. അതൊക്കെയുള്ള ദിവസം മാത്രം രാവിലെ റാഗിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് പീലുവിന് കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് അവൾക്ക് കൊടുക്കുന്നത് കേട്ടോ. കൂടുതലും അവൾക്ക് തന്നെ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ തന്നെ കഴിക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കില്ല. അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ അവളെ കൊണ്ട് തന്നെ കഴിപ്പിച്ചിട്ട് ബാക്കി ഞാൻ അവൾക്ക് വാരി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞാനിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷം എപ്പോഴും ഇങ്ങനെ ഫോണിലിങ്ങനെ വീഡിയോ ഒക്കെ കാണുന്നതും എടുക്കുന്നതൊക്കെ കൊണ്ടിട്ട് പീലുവിനിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെയെങ്കിലും പോകാൻ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോഴേ ചോദിക്കും, ഒരു ഫോട്ടോ എടുക്കുമോ ഇങ്ങനെ ചോദിക്കും കേട്ടോ. കാരണം ഇതുവരെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോൾ ആൾക്കും ഇപ്പോൾ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുമല്ലേ എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിൽ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ കേട്ടോ ടി വിയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുക. പുറകിൽ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത ഉച്ചയ്ക്കത്തുള്ള കുക്കിംഗ് പരിപാടിയാണ്. അപ്പോൾ രാവിലെ അമ്മ ചോറും കറിയൊക്കെ ആക്കി. പിന്നെ എന്തെങ്കിലും തോരനോ മെഴുക്കോ അങ്ങനെയൊക്കെ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വെണ്ടയ്ക്കാണ് കേട്ടോ മെഴുക്ക് വരട്ടാൻ പോകുന്നത്. അങ്ങനെ അത് അരിയുന്ന പരിപാടിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണ് ഫോണിലിങ്ങനെ കാണുന്നതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ അവളൊരു മിഠായിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റിയേ ഇരിക്കത്തുള്ളൂ. ഒറ്റയ്ക്ക് എവിടെ ഇരിക്കുന്ന കളിക്കുകയോ പോവോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും കേട്ടോ. അങ്ങനെ ഞാൻ മെഴുക്ക് പുരട്ടുന്ന തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ. വെണ്ടയ്ക്ക കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കത്തിരിക്കയും ഉള്ളിയും കൂടി ഇട്ടാണ് കേട്ടോ വഴറ്റുന്നത്. പ്രത്യേകിച്ച് ഇതിലങ്ങനെ പറയത്തക്ക ഒന്നുമില്ല, അറിയാമല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ആഡ് ചെയ്യുന്നവരുണ്ട്. അതും കൂടെയൊക്കെ ഇട്ട് വഴറ്റി അങ്ങ് എടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാ ദിവസവും പീലുവിന് വെജിറ്റബിൾ എന്തെങ്കിലും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് അമ്മ രാവിലെ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേനും നെത്തോലി മേടിച്ചിട്ട് വന്നായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് മുള്ള് ഇളക്കി പീലുവിന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. മുട്ടയോ മീനോ അങ്ങനെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ അവൾക്ക് ഏറ്റവും മീനിൽ ഫ്രൈ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം നെത്തോലിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെറുതെ പാത്രത്തിലിട്ട് കഴിക്കാനൊക്കെ അവൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സൂപ്പർ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കോഴിയുണ്ട്, അതുകൊണ്ട് തന്നെ മുട്ട ഇടുന്നത് കോഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മുട്ടയും കൂടി എടുത്ത് കൊടുക്കാമെന്ന് കരുതി ഒരു മുട്ടയും കൂടി ഓംലേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ്. ചില സമയം അങ്ങനെ വാശിയൊന്നും ഉണ്ടാവാറില്ല, ആൾ കഴിച്ചോളും. ചില സമയം അങ്ങ് പറ്റത്തില്ല, തീരെ പറ്റത്തില്ല, ഭയങ്കര വാശിയായിരിക്കും. അങ്ങനെ ടി വി വെച്ച് കൊടുത്ത് ടി വി കണ്ടൊക്കെ ചോറ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ടി വിയിൽ കാർട്ടൂണോ അല്ലെങ്കിൽ ഫോണിൽ കാർട്ടൂണോ കൂടുതൽ ഫോണിൽ സ്പെൻഡ് ചെയ്യിക്കാനോ ടി വിയിൽ സ്പെൻഡ് ചെയ്യിക്കാനോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യിപ്പിക്കത്തില്ല കേട്ടോ. അവളിപ്പോൾ ടി വി കണ്ടാൽ നമ്മളെ കൂടെ ഇരുന്ന് സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടോ അതൊക്കെ ആയിരിക്കും കാണുന്നത്. പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ അവൾ കളിക്കുമ്പോൾ ഞാനും കൂടെ ഇരുന്ന് കളിക്കും. പിന്നെ കളറിങ് ഒക്കെ ചെയ്യിപ്പിക്കും. കളറിങ് ബുക്കും ക്രയോണൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ടി വി ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ തലയിൽ എണ്ണ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവൾക്ക് പൗഡർ ഇട്ട് കൊടുത്താൽ അവൾ എന്നോട് പറയും തിരിച്ച് എനിക്ക് പൗഡർ ഇട്ട് തരാമെന്ന് പറയും. ഇപ്പോൾ ചീപ്പ് ഇരിക്കുകയാണെങ്കിൽ എടുത്ത് മുടി ചീവിത്തരും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എണ്ണ തേക്കുന്നതുകൊണ്ട് തിരിച്ച് എണ്ണ തേപ്പിക്കുകയാണ്. ഒന്നാമതേ തലയിൽ മുടിയില്ല, അതിൻ്റെ ഇടയിലുള്ളതും കൂടെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുളിച്ചിട്ട് വന്ന കേട്ടോ. അപ്പോൾ ഫോണൊക്കെ കാണുന്നതുകൊണ്ട് ആൾക്ക് ഭയങ്കരമാണോ എന്താണ് സംഭവം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം അത് മസ്റ്റാണ്. അങ്ങനെ പീലുവിനെ ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. കുറച്ച് നേരമൊക്കെ അങ്ങ് തട്ടി ഇരിക്കുമ്പോൾ ആളങ്ങ് ഉറങ്ങും. അങ്ങനെ ഉറങ്ങി. അപ്പോൾ ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഇനി എൻ്റെ പരിപാടികൾ.
പീരു ഉറങ്ങി. അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇന്ന് ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നു, ജോലിയില്ലായിരുന്നു. അപ്പോൾ ആളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയി കുളിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അമ്മയൊക്കെ ജോലിക്ക് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡെയിലി വീട്ടിൽ എന്നും ഞാനും പീരു മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ വൈകുന്നേരം അമ്മയൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ കുളിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് ആൾ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ കുളിച്ചു. കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതും കൂടെയൊക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വെള്ളം ഇങ്ങനെ ചെറുതായിട്ടേ വരുന്നുള്ളൂ. അങ്ങനെ പോയി മോട്ടർ ഇടാൻ വേണ്ടി പോവാണ്. അങ്ങനെ തുണിയെല്ലാം വെച്ചിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഞാനും അങ്ങനെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പീലുവിൻ്റെ കൂടെ കിടന്ന് കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങും. ഉറക്കം കഴിഞ്ഞേ ഉള്ളൂ ബാക്കി പരിപാടിയൊക്കെ. രാത്രി എപ്പോഴും പീലും അങ്ങനെ ഉണരാറില്ല, എങ്കിലും ചിലപ്പോഴൊക്കെ ഉണരാറുണ്ട്. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ കുറച്ച് ലേറ്റാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ മോള് ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ പോവുകയാണ് ചായ കുടിക്കാൻ. ചേട്ടൻ വീട്ടിലുള്ള ദിവസം എപ്പോഴും ഞങ്ങളിങ്ങനെയാണ്, വൈകുന്നേരം 3 പേരും കൂടി പുറത്ത് പോവും, ചായ കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് പൈസ ഉള്ളെങ്കിൽ ഉള്ള പൈസ കൊണ്ട് ഞങ്ങൾ പോകും. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. അപ്പം നമ്മുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ രാമചന്ദ്രൻ. അങ്ങനെ അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല സ്നാക്കൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെയാണ് ചായ കുടിക്കാൻ പോയത്. അപ്പോഴാണ് ഓഫർ കിടക്കുന്നതെന്ന് അറിഞ്ഞ്, എന്നാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറിയപ്പോൾ സൂപ്പിൻ്റെത് പിന്നെ മാഗി അങ്ങനെയൊക്കെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ സൂപ്പ് ഉണ്ടാക്കുന്ന മേടിച്ചുകൊണ്ടുവന്ന് ഇതെന്തോ സ്വീറ്റ് കോണോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അത് വെച്ച് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുവാണ്. അങ്ങനെ അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പാല് മേടിച്ചിട്ട് വന്ന കേട്ടോ. അങ്ങനെ ഞാൻ ചായ വെക്കുകയാണ്. അടുക്കളയിൽ നിന്നപ്പം വിളി, കിങ്ങിണിയേ കിങ്ങിണിയേ. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് കിങ്ങിണി എന്നാണ്. നോക്കിയപ്പോൾ അച്ഛനും മോളും കൂടി കളിക്കുക. മുട്ടായി കൊണ്ട് പീലും അച്ഛനെ ഫേഷ്യൽ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ രാമചന്ദ്രൻ ഈ മക്കാന മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മക്കാന. ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണെന്നൊക്കെ. ഹെൽത്തിയാണ്, പക്ഷേ ടേസ്റ്റ് വൈസ് അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞാൻ കുറച്ച് ബട്ടറിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തത്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പീലുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പീലിന് അതിൻ്റെ പേര് മക്കാന എന്ന് കേട്ടപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് മക്കാന എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വേവിക്കാൻ വെച്ച് വെജിറ്റബിൾ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വേവിച്ചിട്ട് അത് പീലുവിന് കൊടുക്കുകയാണ്. അപ്പം ജ്യൂസ് എന്നാണ് പറയുന്നത് ആൾ. ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്നത്. ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുറത്ത് പോയാലും എപ്പോഴും എന്ത് കണ്ടാലും ജ്യൂസ് വേണം. അപ്പോൾ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടാട്ടോ ഇത് കൊടുക്കുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അങ്ങനെയൊന്നും അവൾ കഴിക്കത്തില്ലെങ്കിലും ഒരു 5-6 സ്പൂണ് അതൊക്കെ കഴിക്കുമെങ്കിലും എന്നും ഞാൻ വെജിറ്റബിൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ ആൾ കളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഈ കളിപ്പാട്ടം എല്ലാം നല്ലതൊന്നുമല്ല, കുറേ പൊട്ടിയതും അങ്ങനെ ഇങ്ങനെയൊക്കെ. എങ്കിലും ഡെയിലി അവൾ ഇതിലേ കളിക്കത്തൊന്നുമില്ല. വാരി ഇട്ട് 1-2 എടുക്കും, ബാക്കി അത് അവിടെ തന്നെ കിടക്കും. അങ്ങനെയാണ്. അങ്ങനെ നാളെ എനിക്ക് ചർച്ചിൽ പോകണം. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. സ്റ്റിച്ച് ചെയ്യുന്നതല്ല, ഷേപ്പ് ചെയ്യുന്നതാണ്. ചെറിയ രീതിയിലൊക്കെ തയ്ക്കും കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ തയ്ക്കും. പിന്നെ പീലുവിന് ഡ്രസ്സൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. പാവാട ഉടുപ്പ് അതുപോലെയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ടോപ്പ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പുറത്തൊന്നും അങ്ങനെ തയ്ച്ചു കൊടുക്കത്തില്ല, അതിനുള്ള കോൺഫിഡൻസ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, കളിക്കത്തൊന്നും ഇല്ല. അങ്ങനെ പിലുവിന് അടുത്ത് ഞാൻ ഫുഡ് കൊടുക്കുക. അത് കണക്കിന് എന്നും ഡെയിലി ഒരു ബനാന ഞാൻ കൊടുക്കും കേട്ടോ മോൾക്ക്. അങ്ങനെ അടുത്ത സീരിയൽ ടൈമാണ്. ഈ സീരിയൽ വീട്ടിൽ സ്ഥിരം കാണുന്നതാണ് കേട്ടോ. അപ്പം ഞാനും ഇരുന്ന് കാണും ചിലപ്പോഴൊക്കെ. അങ്ങനെ വീട്ടിൽ വൈകുന്നേരം ആയപ്പോൾ കപ്പയും ഉണക്കമീനും പുളിമുളകും ഒക്കെ വെച്ച് അങ്ങനെ കഴിക്കുവാണ്. പിന്നെ പിലുവിന് രാത്രിയും ദോശ തന്നെയാണ് കേട്ടോ കൊടുത്തത്. കുറച്ച് മാവ് ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയിലും പീലുവിന് ദോശ തന്നെ കൊടുത്ത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസം. ഇതിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എടുക്കുന്നത് അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ഒരു ദിവസം. രാവിലെ വീട്ടിലെല്ലാവരും ഒരു 9 മണിയോടുകൂടി എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് അമ്മ വീട്ടിലുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് അമ്മയ്ക്ക് പോയാൽ മതി. അല്ലെങ്കിൽ എന്നും ഞങ്ങളുടെ സ്ഥിരം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ലൈഫിൽ സ്ഥിരം നടക്കുന്നത്. ഞാനും മോളും മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈവനിങ്ങോടുകൂടി വീട്ടിലെല്ലാവരും ഉണ്ടാകും കേട്ടോ. അങ്ങനെ പീലുവിനെ ഞാൻ മേലൊക്കെ കുളിപ്പിച്ചിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തുവാണ്. ഇനി ഇവൾ ഉറങ്ങിയിട്ട് വേണം എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസം.